രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയക്കാരിയായി എല്ലായിടത്തും പ്രസംഗിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇന്നലെ കണ്ട ആതിരയല്ല, ആതിരയെ എവിടെ കണ്ടാൽ എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയും. ദാ പോകുന്ന ആ കുട്ടി, നമ്മുടെ കുട്ടി, സ്ഥാനാർത്ഥി കുട്ടി, ഇനി ഇലക്ഷൻ കഴിഞ്ഞാലും പറയും. അത് അപ്പം അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു മോഹം വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു അല്ലേ? സത്യമായിട്ടും ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആദ്യം പാലായിൽ വരും എന്ന് പറയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും പോവായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് സത്യം പറഞ്ഞ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നു. പോട്ടെ, അത് കഴിഞ്ഞ് കോട്ടയം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ കോട്ടയമാണെങ്കിലും പോകാൻ പറ്റും, ഉറപ്പായിട്ടും നമ്മുടെ ജില്ലയിലെ സ്ഥാനാർത്ഥികളൊക്കെ വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടിയാണ്, ആതിരയാണ്, 25 വയസ്സുകാരിയാണ്, കേരളത്തിലെ മൈഥിലി ഠാക്കൂർ എന്നാണ് അറിയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാരണവർ അടുത്ത് ചേർത്ത് പിടിച്ച് തീർച്ചയായിട്ടും ഞാനതൊക്കെ ഇമാജിൻ കൈസ ഹേ ബേട്ടി എന്നൊക്കെ ചോദിക്കും എന്ന് കരുതി. സത്യം ഞാനതൊക്കെ ഇമാജിൻ ചെയ്തു. പക്ഷെ വേറെ കാര്യമുണ്ട്, മിസ്സായിട്ടില്ല. സങ്കടമുണ്ട് അല്ലേ? നന്നായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. മുകളിൽ ഒരാളെല്ലാം കാണുന്നുണ്ട്. ആളുടെ പേര് നരേന്ദ്രമോദി എന്നാണ്. ഉറപ്പായിട്ടും മോദി ഇതൊക്കെ അറിയുന്നുണ്ട്. ഒരു ദിവസം മോദി ബേട്ടി എന്ന് പറഞ്ഞൊരു വിളി വന്നാൽ എന്ത് സംഭവിക്കും? ഈശ്വര.